ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് എ ഷോപ്പ് ഫോർ കില്ലേഴ്സ് എന്ന 2024 ഇറങ്ങിയ ഒരു ആക്ഷൻ ത്രില്ലർ സീരീസാണ്. അപ്പോൾ മൊത്തം 8 എപ്പിസോഡുകളാണ് ഈ സീരീസിൽ വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ എക്സ്പ്ലനേഷനിലോട്ട് കടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ജിൻമാൻ വീട്ടിലോട്ട് തിരിച്ചു വന്ന് കുറച്ച് കഴിയുമ്പോൾ തന്നെ അവൻ്റെ അമ്മ മരിക്കുകയാണ്. എന്നാൽ അമ്മയുടെ മരണത്തിൽ എന്തോ ഒരു ദുരൂഹത തോന്നുന്ന ജിൻമാൻ അത് അവൻ്റെ ചേട്ടനോട്, അതായത് ജിയാൻ്റെ അച്ഛനോട് പറയുമ്പോൾ അമ്മയ്ക്ക് ഓൾറെഡി 2 തവണ ക്യാൻസറിൻ്റെ ഓപ്പറേഷൻ നടന്നിട്ടുണ്ട്. മാത്രമല്ല ഡോക്ടർ നമ്മളോട് കരുതിയിരിക്കാനുമാണ് പറഞ്ഞത്. പിന്നെ നിനക്കെന്ത് അപാകതയാണ് തോന്നിയത് എന്നെല്ലാം പറഞ്ഞ് അതിനങ്ങ് പുച്ഛിച്ച് തള്ളുന്നുണ്ട്. കുട്ടി ജിയാനാണെങ്കിൽ അവിടെയൊന്നും അടങ്ങി ഒതുങ്ങിയിരിക്കുന്നില്ല. മുത്തശ്ശിയുടെ ചിതാഭസ്മം വരെ നിലത്തിട്ട് പൊട്ടിക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ ജിയാനെ ജിൻമാൻ്റെ കൂടെ വീട്ടിലോട്ട് പറഞ്ഞയക്കുകയാണ് അവളുടെ അമ്മ. ഈ സമയം ഫ്യൂണറൽ ഹാളിലോട്ട് ഒരു വ്യക്തി വരുന്നുണ്ട്. പക്ഷെ അത് മറ്റാരുമല്ല, സിയോൻജോ ആണ്. ഫസ്റ്റ് എപ്പിസോഡിൽ ജിയാനെ ഷൂട്ട് ചെയ്യാൻ നോക്കിയ ആള്. അമ്മ മരിച്ച ഖേദം പ്രകടിപ്പിക്കുന്ന സിയോൻജോയെ കാണുമ്പോൾ ജിയാൻ്റെ അച്ഛൻ ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. അതിന് മറുപടിയായി ഞാൻ ജിൻമാൻ്റെ ഫ്രണ്ടാണെന്ന് ഉത്തരം പറയുകയാണ് സിയോങ്ജോ. ഈ സമയം വീട്ടിൽ TV കണ്ടുകൊണ്ടിരിക്കുന്ന ജിൻമാൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് നമ്മുടെ കുട്ടി ജിയാൻ. അപ്പം മുത്തശ്ശി ഇനി ഒരിക്കലും തിരിച്ചു വരില്ലല്ലേ, എനിക്ക് ഈ മരണം ഇഷ്ടമല്ല എന്ന് പറയുന്ന ജിയാനോട്, മരണം അത് പേടിക്കേണ്ട ഒന്നല്ല, നമ്മളെല്ലാവരും ഒരു ദിവസം മരിക്കും. ഇപ്പോൾ TVയിൽ ഒരു സിംഹത്തെ കാണിച്ചുകൊണ്ട് ജിൻമാൻ, നീ ആ സിംഹത്തെ കണ്ടോ, അത് മരിക്കാറായിരിക്കുകയാണ്. പക്ഷെ ഒന്ന് സൂക്ഷിച്ചു നോക്ക്, മറ്റുള്ളവരെല്ലാം ചുറ്റുനിന്ന് ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരുന്നിട്ടും മരിക്കാൻ പോകുന്ന സിംഹം എത്ര ശാന്തനാണെന്ന്. കാരണം ദുർബലരാണ് എപ്പോഴും ഒച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നിനക്ക് ശക്തനാവണമെങ്കിൽ നീ നിന്റെ എതിരാളികളെ കൊണ്ട് ഒച്ച ഉണ്ടാക്കിക്കണം. എന്തു തന്നെ നിന്നെ പേടിപ്പെടുത്തിയാലും കണ്ണ് തുറന്ന് നീ അതിനെ നേരിടണം എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ജിൻമാൻ്റെ ഫോണിലോട്ട് ആരോ വിളിക്കുന്നുണ്ട്. കോൾ അറ്റൻഡ് ചെയ്ത ജിൻമാനാണെങ്കിൽ നിനക്ക് ഈ നമ്പർ എവിടെ നിന്ന് കിട്ടിയേ എന്നെല്ലാം ചോദിക്കുന്നത് നമുക്ക് കേൾക്കാം. കോൾ കട്ടാക്കിയതിന് ശേഷം ജിൻമാൻ ജിയാൻ്റെ അടുത്ത് വന്നിരുന്ന്, ഞാൻ ഫ്യൂണറലിൽ നിൻ്റെ അമ്മയെയും അച്ഛനെയും കാണാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് നിനക്കിവിടെ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരും. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ പറഞ്ഞേക്കാം, അവൻ വന്ന് നിന്നോട് വാതിൽ തുറക്കാൻ വേണ്ടി പറയും. പക്ഷെ ഓടിപ്പോയി വാതിൽ തുറക്കാതെ പകരം നീ അവനോട് ഒരു കുസൃതി ചോദ്യം ചോദിക്കണം. അവൻ അതിന് ഉത്തരം പറഞ്ഞാൽ മാത്രമേ വാതിൽ തുറക്കാൻ പാടുള്ളൂ. അവൻ അതിന് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ നീ വാതിൽ തുറക്കരുത്. ഇത് നീ ചെയ്യില്ലേ എന്ന് ജിയാനോട് ചോദിക്കുമ്പോൾ, അത് ഞാൻ ചെയ്യാം, കടങ്കഥ ഞാൻ പറഞ്ഞു തരാം. കുതിരയുടെ ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണെന്ന്, അത് ടേബിൾ ടെന്നീസ് എന്ന് ചോദിക്കേണ്ട കടങ്കഥയും ജിയാൻ തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവളെ അവിടെ തനിച്ചാക്കി ജിൻമാൻ പോകുന്നു. ശേഷം രാവിലെ ആരോ വന്ന് കഥകൾ തട്ടുന്നുണ്ട്. അത് ജിൻമാൻ്റെ ഫ്രണ്ടാണെന്ന് വിചാരിച്ച് ജിയാൻ വാതിലിൻ്റെ അടുത്ത് പോയി ആ കടങ്കഥ ചോദിക്കുന്നുണ്ട്. പക്ഷെ ജിയാൻ ചോദിക്കുന്നതിനൊന്നും പുറത്തുള്ള ആൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടാവില്ല. പകരം വാതിൽ കുത്തി തുറക്കാനുള്ള ശ്രമത്തിലാണ്. അയാൾ ഇത് കാണുന്നതും പേടിച്ചു പോയ ജിയാൻ നീങ്ങി നിൽക്കുന്നുണ്ട്. ഈ സമയം പുറത്തുള്ള ആൾ വാതിൽ കുത്തി തുറന്ന് അകത്തേക്ക് കയറുന്നു. അയാൾ ശരിക്കും അങ്കിളുടെ ഫ്രണ്ടാണോ എന്ന് പേടിച്ചു പോയ ജിയാൻ അയാളോട് ചോദിക്കുകയാണ്. ഈ സമയം പുറത്തുനിന്ന് മറ്റൊരാൾ വന്ന് ഇയാളെയും വലിച്ചെടുത്ത് കൊണ്ടുപോയി കഥ കടക്കുകയാണ്. പുറത്ത് നടക്കുന്ന ശബ്ദങ്ങളെല്ലാം ജിയാന് അകത്തിരുന്ന് കേൾക്കാം. കുറച്ചു കഴിഞ്ഞതിന് ശേഷം ആ രണ്ടാമത് വന്ന ആൾ ജിയാൻ്റെ അടുത്ത് വന്ന് അവൾ ചോദിച്ച കടങ്കഥയുടെ ഉത്തരം കാണിച്ചു കൊടുക്കുകയാണ്. ഞാൻ നിന്റെ അങ്കിളുടെ ഫ്രണ്ടാണെന്നും അയാൾ പറയുന്നുണ്ട്. ഇപ്പോൾ വീണ്ടും മുൻഭാഗത്ത് പോയി നോക്കുമ്പോൾ ആരോ കൂടെ ഇങ്ങോട്ട് കയറി വരുന്നത് ജിൻമാൻ്റെ ഫ്രണ്ട് കാണുകയാണ്. ഇത് കണ്ട് ജിൻമാൻ്റെ ഫ്രണ്ട് ജിയാൻ്റെ അടുത്ത് വന്ന് നിന്ന്, നീ കുറച്ചു നേരം റൂമിൽ വെയിറ്റ് ചെയ്യോ എന്ന് ചോദിച്ച് അവളെ റൂമിലാക്കി വാതിലടക്കുന്നു. അപ്പോഴേക്കും പുറത്തുള്ളവർ തോക്കെല്ലാം കൊണ്ട് അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അകത്ത് നടക്കുന്ന ഫൈറ്റിംഗ് ശബ്ദമെല്ലാം ഒരു പേടിയോടെ നമ്മുടെ ജിയാൻ റൂമിനകത്ത് നിന്ന് കേൾക്കുന്നു. എന്താ അവിടെ നടക്കുന്നതെന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ വാതിൽ പാതി തുറന്നു നോക്കുന്ന നമ്മുടെ ജിയാൻ കാണുന്നത് ജിൻമാൻ്റെ ഫ്രണ്ടിൻ്റെ കൈ അറുത്തെടുക്കുന്ന സിയോൻജോയാണ്. ആകെ പേടിച്ചു പോവുകയാണ് അവൾ. കുറച്ച് കഴിഞ്ഞ് ജിയാനുള്ള റൂമിലേക്ക് അവളെ തപ്പിക്കയറുകയാണ്. എന്നാൽ ജിയാനെ അവിടെ എത്ര അന്വേഷിച്ചിട്ടും കാണുന്നില്ല. ഈ സമയം ജനൽ തുറന്നു കിടക്കുന്നത് കണ്ട് അവിടെ പോയി നോക്കുമ്പോഴാണ് ജനലിൻ്റെ ഭാഗത്തായി തൂങ്ങിക്കിടക്കുന്ന ജിയാനെ ഇവർ കാണുന്നത്. ഇത് കാണുന്നതും സിയോൻജോ, നീ ജിൻമാൻ്റെ മരുമോള് തന്നെ എന്ന് പറയാണ്. എന്നാൽ ഈ സമയം കൈവിട്ട് താഴേക്ക് ചാടുകയാണ് ജിയാൻ. എന്നാൽ ഭാഗ്യം കൊണ്ട് വലിയ കുഴപ്പങ്ങൾ ഒന്നും സംഭവിക്കാതെ താഴെയുണ്ടായിരുന്ന ഒരു സോഫയിൽ പോയിട്ടാണ് നമ്മുടെ ജിയാൻ വീഴുന്നത്. അവിടെ നിന്ന് നമ്മുടെ ജിയാൻ ഇറങ്ങി ഓടുകയാണ്. ആ സമയം ജിയാനെ ഒരു വണ്ടി വന്ന് ഇടിച്ചു തെറിപ്പിക്കുന്നു. ഈ ഒരു ആക്സിഡന്റ് കണ്ട് ആളുകളെല്ലാം ചുറ്റും കൂടുന്നതും അവൻ്റെ ആളുകളും അവിടെ നിന്ന് മുങ്ങുന്നു. പിന്നീട് നമ്മുടെ ജിയാൻ കണ്ണു തുറക്കുന്നത് ഹോസ്പിറ്റലിലാണ്. ഈ സമയം അവൾക്ക് കാവൽ നിൽക്കുന്ന 2 പോലീസുകാർ തമ്മിൽ സംസാരിക്കുന്നത് നമ്മുടെ ജിയാൻ കേൾക്കുന്നുണ്ട്. ഇതാ ഫ്യൂണറൽ സ്ഥലത്ത് വെച്ച് കൊല്ലപ്പെട്ട
ദമ്പതികളുടെ മകളല്ലേ, ചിലപ്പോൾ അമ്മയും അച്ഛനെയും കാണാഞ്ഞ് തിരഞ്ഞിറങ്ങിയപ്പോഴായിരിക്കും ആക്സിഡന്റ് ഉണ്ടായത്. ഈ കുട്ടീനെ എന്താ ചെയ്യുക എന്നൊരു പോലീസുകാരൻ ചോദിക്കുന്നത് കേൾക്കുമ്പോൾ ഇവൾക്ക് ഒരു അങ്കിൾ ഉണ്ടെന്ന കേട്ട് എന്ന് പറയാണ് മറ്റൊരു പോലീസുകാരൻ. ശേഷം രാത്രി കണ്ണു തുറക്കുന്ന ജിയാന് ഇരുട്ടിൽ നിന്നും ഒരു ചെന്നായ തന്നെ ലക്ഷ്യമാക്കി വരുന്നത് പോലെ തോന്നുകയാണ്. ആ ചെന്നായുടെ വായിലായി യോൻജോ അറുത്തെടുത്ത ജിൻമാന്റെ ഫ്രണ്ടിന്റെ കൈയും ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ താൻ കണ്ടുകൊണ്ടിരുന്ന സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേൽക്കും ജിയാൻ. പക്ഷെ ഇപ്പോൾ അവൾക്ക് എന്തോ ഒരു ദുരൂഹത തോന്നുകയാണ്. ഈ സമയം സിയോൻജോയുടെ കൂട്ടാളി ഹോസ്പിറ്റലിൽ ജിയാനെയും തപ്പിയെത്തിയിട്ടുണ്ടായിരുന്നു. ജിയാൻ കിടക്കുന്ന കട്ടിൽ വന്ന് നോക്കുന്നതും ഇപ്പോൾ അവിടെ ജിയാൻ ഇല്ല. ഈ അപകടം മുന്നേ അറിഞ്ഞ ജിയാൻ അവിടെ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവൻ്റെ കണ്ണിൽപ്പെടാതെ ഓടി ഓടി നമ്മുടെ ജിയാൻ ചെന്നെത്തുന്നത് ഒരു മോർച്ചറിയുടെ മുന്നിലാണ്. രണ്ടും കൽപ്പിച്ച് അവൾ അതിനകത്തേക്ക് കയറുന്നു. സിയോങ്ജോയും കൂട്ടാളിയും എവിടെ തിരിഞ്ഞു ചെന്നെത്തുന്നത് മോർച്ചറിയുടെ മുന്നിൽ തന്നെയാണ്. മോർച്ചറിക്ക് അകത്തെത്തിയ ജിയാൻ എവിടെ പോയി ഒളിക്കണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ്. അപ്പോഴേക്കും അവൻ വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ജിയാൻ ഈ സമയം കൊണ്ട് തന്നെ അവിടെ കിടന്ന ഒരു ഡെഡ് ബോഡിയുടെ മുകളിൽ പോയി ഒളിച്ചിട്ടുണ്ടായിരുന്നു. ആ ഡെഡ് ബോഡിയുടെ മുകളിൽ മറച്ചിരിക്കുന്ന ആ തുണി മാറ്റുന്നതും നമ്മുടെ ജിയാന് മനസ്സിലാവാണ്. അതായത് ആ ഒരു ഡെഡ് ബോഡി തൻ്റെ അമ്മയുടെ തന്നെയാണെന്ന്. സിയോങ്ജിയോയും അവരുടെ കൂട്ടാളിയുമാണെങ്കിൽ എല്ലാ ഡെഡ് ബോഡിയും വന്ന് തുറന്നു നോക്കുകയാണ്. പേടിച്ചു പോയ ജിയാൻ അമ്മയെയും മുറുക്കെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നു. ജിയാനുള്ള ഡെഡ് ബോഡി അവൻ തുറക്കാൻ പോകുന്നതും മറ്റൊരാൾ അങ്ങോട്ട് വരികയാണ്. അതായത് ഇവൻ്റെ കൂട്ടത്തിൽ തന്നെയുള്ള ഒരുത്തൻ. ഓ, പേടിച്ചു പോയി. നീ എന്താ ഇവിടെ ചെയ്യുന്നത്? നിന്നോട് അവിടെ നിൽക്കാനല്ലേ ഞാൻ പറഞ്ഞത് എന്നീ സോങ്ജോയുടെ കൂട്ടാളി പറയുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇപ്പോൾ വന്നവൻ്റെ പിറകിൽ തോക്കും ചൂണ്ടി മറ്റൊരാളും കൂടെ ഉണ്ടായിരുന്നു എന്ന കാര്യം. ഡിവിഡിയുടെയും ഗൺഷൂട്ടിൻ്റെയും സൗണ്ട് എല്ലാം ജിയാൻ കേൾക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അതിൻ്റെ ഡോർ വന്ന് തുറക്കുകയാണ് ജിൻമാൻ. നോക്കുമ്പോൾ അവളുടെ അമ്മയും കെട്ടിപ്പിടിച്ച് ബോധമില്ലാതെ കിടക്കുകയാണ് ജിയാൻ. അവളെ എടുത്ത് അവൻ അവിടെ നിന്ന് പോകുന്നു. പിന്നീട് ഒരു മാസം കഴിഞ്ഞാണ് കാണിക്കുന്നത്. ആരുമില്ലാത്ത ജിയാനെ ജെൻമാൻ അവൻ്റെ വീട്ടിലോട്ട് കൊണ്ടുവരുന്നു. ഇപ്പോൾ തൻ്റെ പെട്ടിയെല്ലാം ചുമന്നുകൊണ്ട് വരികെ താഴെ വീഴുന്ന ജിയാനാണെങ്കിൽ ഇപ്പോൾ ജിൻമാൻ വന്ന് തന്നെ എഴുന്നേൽപ്പിക്കുമെന്ന രീതിയിൽ അവനെ നോക്കുമ്പോൾ, ജിൻമാൻ, ഞാൻ നിന്റെ പാരൻസ് അല്ല, എനിക്ക് അതൊരിക്കലും ആവാനും കഴിയില്ല, അതുകൊണ്ട് അവർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുകയാണ് അവൻ. ആ ഒരു ആക്സിഡൻറ്റിന് ശേഷം ജിയാൻ്റെ ശബ്ദം പൂർണ്ണമായിട്ടും പോയിരിക്കുകയാണ്. ആ ഒരു ആക്സിഡൻറ്റിന് ശേഷം തൻ്റെ അമ്മയും അച്ഛനെയും മരിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ജിയാന് വന്നിട്ടുള്ള ആ ഒരു ഷോക്കിൽ നിന്നാണ് ഇപ്പോൾ ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ മെഡിറ്റേഷനിലൂടെയും കൗൺസിലിങ്ങിലൂടെയും ഒക്കെ ഭാവിയിൽ ഇതിന് മാറ്റം വന്നേക്കാം എന്നെല്ലാം ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ രാത്രി ഉറങ്ങിക്കിടക്കുന്ന ജിയാൻ്റെ അടുത്ത് വന്നിരുന്ന് ജിൻമാൻ ആലോചിക്കുകയാണ്. ഇതെല്ലാം തൻ്റെ തെറ്റാണെന്ന രീതിയിൽ ജിൻമാൻ സ്വയം മുഖത്തേക്ക് ആഞ്ഞടിക്കുന്നു പലതവണയായിട്ട്. ശേഷം തൊട്ടടുത്തുള്ള സ്കൂളിൽ ജിയാന് വേണ്ടിയിട്ട് ജിൻമാൻ ഒരു അഡ്മിഷൻ എടുക്കുന്നുണ്ട്. പക്ഷെ അവിടെ കുറച്ച് ചെറുക്കന്മാരുടെ അടുത്ത് നിന്നും ബുള്ളിങ് അനുഭവിക്കേണ്ടി വരികയാണ് ജിയാന്. ശബ്ദമില്ല എന്ന പേരിലാണ് ഇവർ കളിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയങ്ങളിലെല്ലാം ജിയാൻ്റെ ഒപ്പം നിന്നിരുന്നത് ജോങ്മിൻ ആയിരുന്നു. ഇങ്ങനെ ആയിരുന്നു ജോങ്മിനായിട്ടുള്ള ജിയാൻ്റെ കൂട്ട്. എടാ, നിനക്കറിയോ ഈ പെണ്ണിൻ്റെ അമ്മയെ കൊന്നത് ഇവളുടെ അച്ഛൻ തന്നെയാണ്, അവളുടെ അമ്മയുടെ അഫെയർ കാരണം എന്നാ കേട്ട്. അതിനുശേഷം താഴെ നിന്ന് ചാടി ഇവളുടെ അച്ഛനും മരിച്ചു എന്നെല്ലാം അതിലൊരു ചെറുക്കം പറയുമ്പോൾ ദേഷ്യം പിടിച്ച് ജിയാനാണെങ്കിൽ അവൻ്റെ നേരെ കസാര വലിച്ചെറിയാണ്. ശേഷം വൈകുന്നേരം സ്കൂൾ വിട്ട് എല്ലാവരും വീട്ടിൽ പോകുമ്പോൾ എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവരാൻ പാരൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ജിയാൻ കുറേ നേരം ജിൻമാൻ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അവസാനം ജിൻമാൻ വരില്ലെന്ന് മനസ്സിലാക്കിയ ജിയാൻ ഒറ്റയ്ക്ക് ആ മഴയത്ത് നടക്കുകയാണ്. പകുതിയിൽ നിന്ന് വെച്ച് ജിൻമാൻ വണ്ടിയും കൊണ്ടുവരുന്നുണ്ട്. എന്നാൽ ദേഷ്യത്തിലിരിക്കുന്ന ജിയാനാണെങ്കിൽ അതിൽ കയറുന്നില്ല. കുറേ നേരം ഇവളുടെ കൂടെ വണ്ടി ഓടിച്ചു പോയിട്ടും ഇവൾ കയറുന്നില്ല എന്നറിയുമ്പോൾ വണ്ടി എടുത്ത് ഒരൊറ്റ പോക്കാണ്. അങ്ങോട്ട് എല്ലാം ജിയാന് ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്യേണ്ടി വരുന്നത്. ജിൻമാനാണെങ്കിൽ അവൻ്റെ കാര്യങ്ങൾ മാത്രമേ നോക്കുന്നുള്ളൂ. എന്തെങ്കിലും പൈസക്കൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അത് അവൾ എഴുതി ഫ്രിഡ്ജിൽ തൂക്കിയിടും. ഇത് കാണുന്ന അവൻ പൈസ അതിൽ വെച്ചിട്ട് പോകും. അങ്ങനെയാണ് പതിവ്. ഒരു ദിവസം ജിയാനെ ഈ വികൃതി ചക്കന്മാരുടെ ക്ലാസ്സിൽ നിന്ന് പിടിച്ചു കൊണ്ടുവന്ന് ഒരു ബേസ്മെൻറ്റിലിട്ട് പൂട്ടുകയാണ്. ശബ്ദമില്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ജിയാന് സഹായത്തിന് ഒരാളെ വിളിക്കാൻ പോലും സാധിക്കുന്നില്ല. ഒരാളും അവളെ അന്വേഷിച്ച് വരുന്നുമില്ല. രാത്രിയാകുമ്പോൾ ജിയാൻ അവളെ സ്വപ്നത്തിൽ കണ്ട ആ ഒരു ചെന്നായ ആ കയ്യും കടിച്ചു പിടിച്ച് അവളുടെ അടുത്തേക്ക് വരുന്ന പോലെ തോന്നുകയാണ്. ഇത്ര നേരം കൂളായിരുന്ന ജിയാന് പെട്ടെന്ന് പതറിപ്പോകുന്നു. അവൾ കുറേ നേരം വാതിലിൽ പോയി തട്ടുന്നുണ്ട്. കുറേ നേരത്തെ ശ്രമത്തിന് ശേഷം അവൾക്ക് സംസാരിക്കാൻ സാധിക്കുന്നു. ജിൻമാൻ എന്നും വിളിച്ച് അവൾ അലറുവാണ്. പെട്ടെന്ന് തന്നെ ആ വാതിലിൻ്റെ കുറ്റി ആരോ തല്ലി തകർത്ത് ആ വാതിൽ തുറക്കുന്നുണ്ട്. അത് ജിൻമാൻ ആയിരുന്നു. ജിൻമാനെ കണ്ടതും ഓടിപ്പോയി അവനെ കെട്ടിപ്പിടിച്ച് കരയാണ് അവൾ.
എന്തിനാ ഇത്ര ലേറ്റായേ, ഞാൻ പേടിച്ചു പോയി എന്ന് പറഞ്ഞ് കരയുന്ന ജിയാനെ സമാധാനിപ്പിച്ച് സോറി പറയാണ് ജിൻമാൻ. ശേഷം റൂമിൽ നിന്ന് ഇറങ്ങുന്ന ജിയാൻ കാണുന്നത് ജിൻമാൻ കുക്ക് ചെയ്ത് കഴിക്കുന്നതാണ്. സാധാരണ തന്നെ കൂട്ടാതെ ഒറ്റയ്ക്ക് കഴിക്കുന്നത് കൊണ്ടും താൻ സ്വയം തൻ്റെ ഭക്ഷണം എടുത്ത് കഴിക്കുന്നത് കൊണ്ടും അതുകൊണ്ട് തന്നെ അവൾ മൈൻഡ് ആക്കാതെ നടന്നു പോകുന്ന ജിയാനെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിക്കുകയാണ് ജിൻമാൻ. പിന്നീട് അങ്ങോട്ട് അവർ അത്യാവശ്യം തന്നെ കമ്പനിയാവുന്നു. ഇപ്പോൾ ഫ്ലാഷ് ബാക്ക് കട്ടാവുമ്പോൾ മിൻഹ ആണെങ്കിൽ വാതിൽ തുറക്കാൻ വേണ്ടിയിട്ട് കതകിൽ ആഞ്ഞടിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അങ്കിൾ ഇന്ന് വീട്ടിലോട്ട് വരുന്നില്ല, വരുമ്പോൾ ഞാൻ പറഞ്ഞേക്കാം, നിങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു പോകാൻ പറയുന്നു. മിൻഹ ജിയാനോട് ഗോഞ്ചു യൂണിവേഴ്സിറ്റി പഠിച്ച ചിന്മാൻ്റെ ചേട്ടൻ്റെ മോളല്ലേ നീ, അങ്കിൾ നിന്നെപ്പറ്റി എപ്പോഴും പൊക്കി പറയും, നീ ഭയങ്കര സുന്ദരിയാണ്, ഭയങ്കര സ്മാർട്ടാണ് എന്നൊക്കെ മിൻഹ പറയുന്നതിൻ്റെ ഒപ്പം തന്നെ അവൾ ഗണ്ണും എടുത്ത് പിടിക്കുന്നുണ്ട്. ഈ സമയം ജിയാൻ, ഞാൻ സുന്ദരിയുമല്ല സ്മാർട്ടുമല്ല, ഞാൻ യോഞ്ചു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ടുമില്ല, എൻ്റെ അങ്കിള് ഇങ്ങനത്തെ ഒരു കാര്യം ഒരിക്കലും പറയില്ല എന്നിവൾ ചൈനീസിൽ പറയാണ്. അതായത് ചൈനീസ് ട്യൂഷൻ ടീച്ചറാണ് മിൻഹ എന്നാണല്ലോ അവൾ പറഞ്ഞത്. ഇത് ഇവൾ ചൈനീസിൽ ചോദിക്കുന്നത് കേൾക്കുമ്പോൾ മിണ്ടാതിരിക്കുന്ന മിൻഹയോട് നിനക്ക് ശരിക്കും എൻ്റെ അങ്കിളിനെ അറിയോ എന്ന് ചോദിക്കുകയാണ് ജിയാൻ. ഓക്കെ ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും വന്നോളാം എന്ന് പറഞ്ഞ് മിൻഹ അവിടെ നിന്ന് ഇപ്പോൾ പോകുന്നുണ്ട്. ഈ സമയം അങ്ങോട്ട് ജോങ്മിൻ വന്ന് അവളെ വിളിക്കുകയാണ്. ജിയാൻ, നീ ഇതൊന്ന് വന്ന് നോക്കിയേ. ജോങ്മിൻ ഈ മദർ ഹെൽപ്പ് എന്ന വെബ്സൈറ്റിൻ്റെ ഓപ്പറേറ്റേഴ്സിൻ്റെ അക്കൗണ്ടിലോട്ട് ലോഗിൻ ആയിട്ടുണ്ട്. അതിൽ അവൻ കണ്ട കാര്യങ്ങളെല്ലാം അവൻ ജിയാനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ വെബ്സൈറ്റ് ഇതിൻ്റെ മെമ്പേഴ്സ് മാത്രം യൂസ് ചെയ്യുന്നതാണ്. മെമ്പേഴ്സിൻ്റെ ഗ്രേഡ് അനുസരിച്ച് അവർക്ക് ഇതിൽ നിന്ന് കോഡ്സ് കിട്ടും. ഇത് പാസ്സാകുന്നവർക്ക് മാത്രമേ കോഡ് കിട്ടൂ. കോഡുള്ളവർക്ക് മാത്രമേ ഈ മദർ ഹെൽപ്പിലൂടെ ഐറ്റംസ് പർച്ചേസ് ചെയ്യാൻ സാധിക്കൂ. അതുപോലെ തന്നെ ഓരോ കോഡിനും ഓരോ പ്രത്യേകതയുണ്ട്. മൊത്തം 4 കോഡ് ആണുള്ളത്. മറ്റുള്ളവരെ കൊല്ലുന്ന കില്ലേഴ്സാണ് കോഡ് റെഡ്. ഗൺ, വെപ്പൺ, ബോംബ്, പോയിസൺ തുടങ്ങിയവയെല്ലാം ഇവർക്ക് പർച്ചേസ് ചെയ്യാം. സ്പൈ ആയിട്ടുള്ള ആളുകളാണ് കോഡ് പർപ്പിൾ. അവർ മറ്റുള്ളവരുടെ അടുത്തു നിന്നും ഇൻഫോർമേഷൻസ് വാങ്ങും. ലിസണിങ് ഐറ്റംസും ക്യാമറകളും ഒക്കെയാണ് ഇവരുടെ വെപ്പൺസ്. പിടിക്കപ്പെടുകയാണെങ്കിൽ സ്വയം മരിക്കാനുള്ള വെപ്പൺസും ഇവർക്ക് കൊടുക്കുന്നുണ്ട്. കോഡ് ബ്ലൂ എന്ന് പറഞ്ഞാൽ ക്ലീനേഴ്സാണ്. അവർക്ക് ഡിറ്റർജൻറ്റ്, ക്ലീനിങ് ടൂൾസ് എല്ലാം ലഭിക്കും എന്ന് ജോങ്മിൻ പറയുമ്പോൾ, അപ്പോൾ ലാസ്റ്റ് കോഡ് ഏതാ എന്ന് ചോദിക്കുന്ന ജിയാനോട് കോഡ് ഗ്രീൻ. മദർ ഹെൽപ്പ് വെബ്സൈറ്റിൽ നിന്നും കോഡ്സ് കിട്ടിയ ആളുകൾക്ക് ഒരിക്കലും ഗ്രീനിനെ അറ്റാക്ക് ചെയ്യാൻ പാടില്ല. ഇത് ആരെങ്കിലും മറികടന്ന് ഗ്രീൻ കോഡിനെ അപകടപ്പെടുത്താൻ നോക്കിയാൽ ബാക്കി കോഡ് ലഭിച്ച ആളുകൾ സ്വന്തം ജീവൻ വരെ ത്യാഗം ചെയ്ത് ഗ്രീൻ കോഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്ന് പറയുന്ന ജോങ്മിനോട്, അപ്പോൾ ആരായി ഗ്രീൻ കോഡ് എന്ന് ചോദിക്കുമ്പോൾ ഈ വെബ്സൈറ്റിൻ്റെ ഓപ്പറേറ്റർ, അതായത് നിൻ്റെ അങ്കിൾ. ഇതെല്ലാം കേട്ട് ചിരിക്കണോ കരയണോ എന്നറിയാത്ത ഒരവസ്ഥയിലാണ് ജിയാൻ. ഈ സമയം ഒരു വലിയ ശബ്ദം കേൾക്കുകയാണ്. ഇവർ പുറത്തു പോയി നോക്കുമ്പോൾ ഇവരുടെ മതിൽ തകർന്നിട്ടുണ്ട്. ഇത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് രണ്ടാളും. ഈ സമയം ഒരു ഡ്രോൺ അങ്ങോട്ട് പറന്നു വരുന്നു. ശേഷം ആ ഡ്രോൺ ഇപ്പോൾ ഷൂട്ട് ചെയ്യാണ്. പക്ഷെ ആ ചില്ല് ബുള്ളറ്റ് പ്രൂഫ് ആയതുകൊണ്ട് ഇവർക്ക് കാര്യമായ കുഴപ്പങ്ങളൊന്നും സംഭവിക്കുന്നില്ല. ജോങ്മിൻ ആണെങ്കിൽ ഫോൺ വിളിക്കാൻ നോക്കുമ്പോൾ സിഗ്നലുമില്ല. നമുക്ക് ബാക്ക് ഡോർ വഴി രക്ഷപ്പെടാം എന്ന് പറഞ്ഞ് ജോങ്മിയെ വിളിച്ച് ജിയാൻ പിറകിലോട്ട് ചെല്ലുമ്പോൾ ദേ ഇപ്പോൾ അവിടെ ഒരു ഡ്രോൺ വീടിൻ്റെ മൊത്തവും വളഞ്ഞിട്ടുണ്ടാകും. കുറച്ച് കഴിയുമ്പോൾ ഈ ഡ്രോൺസ് ഷൂട്ട് ചെയ്ത് നിർത്തുകയാണ്. അപ്പോൾ ജിയാനോട് ജോങ്മിൻ ചോദിക്കുന്നുണ്ട് അവരുടെ ബുള്ളറ്റ് തീർന്നു പോയോ എന്ന്. ഈ സമയം ഈ ഡ്രോൺസ് എന്തോ ഒരു സാധനം കൊണ്ടുവന്ന് ആ ചില്ലിൽ പതിപ്പിക്കുന്നുണ്ട്. എന്താ നടക്കുന്നതെന്ന് മനസ്സിലാവാതെ കുഴഞ്ഞിരിക്കുകയാണ് ജോങ്മിനും ജിയാനും. ഈ സമയം ഒരു വലിയ ശബ്ദത്തോടെ തന്നെ ആ ഗ്ലാസ് പൊട്ടിത്തെറിക്കുകയാണ്. ആ ഡ്രോൺസ് ബോംബുകളായിരുന്നു അവിടെ ചില്ലിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇവരുടെ നേരെ ഇപ്പോൾ ആ ഡ്രോൺസ് ഷൂട്ട് ചെയ്ത് വരുന്നതും രണ്ടാളും കൂടെ ഇഴഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടി നോക്കുകയാണ്. രണ്ടാളും ഇപ്പോൾ പെട്ടെന്ന് തന്നെ രണ്ട് റൂമിലോട്ട് ഓടിക്കയറുന്നു. പക്ഷേ ജോങ്മിൻ ആണെങ്കിൽ ആ ധൃതിയിൽ വാതിലടക്കാൻ വേണ്ടി പറയുന്നു. ജിയാൻ ആണെങ്കിൽ വിളിച്ചു പറയുന്നുണ്ട് അവനോട് വാതിലടക്കാൻ വേണ്ടി. ഡ്രോൺ ഇവൻ്റെ റൂമിലേക്ക് കയറാൻ തുടങ്ങുന്നതും ഇവനെ രക്ഷിക്കാനായി എന്തെങ്കിലും മാർഗം നോക്കുകയാണ് ജിയാൻ. ഡ്രോൺ ജോങ്മിൻ്റെ റൂമിൽ കടക്കുമ്പോൾ ഇപ്പോൾ അവനെ അവിടെ കാണുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന ഒരു അലമാരയിൽ കയറി ജോങ്മിൻ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഇത് ഡിറ്റക്റ്റ് ചെയ്യുന്ന ഡ്രോൺ ആണെങ്കിൽ ഒരുപാട് തവണ ആ അലമാരക്ക് നേരെ ഷൂട്ട് ചെയ്യാണ്. എന്നാൽ ഒന്നും തന്നെ പറ്റുന്നില്ല. അതും ബുള്ളറ്റ് പ്രൂഫായിരുന്നു. ഇപ്പോൾ ഫ്രണ്ട് ഡോർ പൊളിച്ചിട്ടുള്ള അതേ രീതിയിലുള്ള ഒരു ബോംബ് ഇവിടെയും ഈ ഒരു ഡ്രോൺ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു വലിയ ശബ്ദത്തോടെ തന്നെ അതിൻ്റെ ഡോർ തകർന്നു പോകുന്നു. ഇപ്പോൾ ഒരു മാർഗവുമില്ല. ജോങ്മിൻ ഡ്രോണിൻ്റെ കയ്യിൽപ്പെട്ടു. ജോങ്മിൻ എന്ന് പിറകിൽ നിന്ന് വിളിക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ തിരിയുന്ന ഡ്രോണിന് നേരെ ചവണ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവൾ അത് എറിഞ്ഞു വീഴ്ത്തുകയാണ്. ശേഷം ഇപ്പോൾ ഒരു കൂട്ടം കില്ലേഴ്സിനെയാണ് കാണിക്കുന്നത്.
ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരുടെ തലവൻ എന്ന് തോന്നുന്ന ഒരാൾ അങ്ങോട്ട് വരുന്നുണ്ട്. അയാളുടെ കൈ കീറി ഒരു കോഡ് അതിൽ നിന്ന് എടുത്ത് കളയുകയാണ്. ഈ സമയം അങ്ങോട്ട് സിയോൻജോയും വരുന്നുണ്ട്. എല്ലാവരും പോയി. ഇപ്പോൾ ജിൻമാൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയിട്ടുള്ള ആ ഗണ്ണൊക്കെ എടുത്ത് സെറ്റായി നിൽക്കുമ്പോൾ ഇപ്പോൾ കുറച്ച് പേര് പറയുന്നുണ്ട്, ജിൻമാൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ ചെറുതായിട്ട് പാവമൊക്കെ തോന്നുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ സിയോങ്ജോ, പക്ഷെ നിങ്ങളാരും മറക്കരുത്, അവൻ്റെ ചേട്ടൻ്റെ മകളെ പിടിക്കുന്നവർക്കോ കൊല്ലുന്നവർക്കോ ബോണസ് ലഭിക്കുമെന്ന്. അങ്ങനെ ഇപ്പോൾ എല്ലാവരും കൂടെ അതിനായിട്ട് ഒരു വാനിൽ കയറി ഇങ്ങോട്ട് പോകുന്നതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡിന് ഉടൻ വരുന്നതാണ്. ആ എപ്പിസോഡുകളെല്ലാം മിസ്സാവാതിരിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.